മോശയുടെ നേതൃത്വത്തിലാണ് ഇവര് മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് പ്രയാണം ചെയ്തു വരികയാണ്. അപ്പോൾ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് ഇവര് യാത്ര ചെയ്തു വരുന്ന ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് വരണം, ഞാന് ഇസ്രായേലിനെ പ്രമാണിക്കാനുള്ള കൽപ്പനയും ചട്ടവും പ്രമാണവും ഒക്കെ തരാൻ പോയ. അപ്പോൾ മോശെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. പോകുന്നതിന് മുന്നേ മോശ ഇസ്രായേൽ മൂപ്പന്മാരെയെല്ലാം വിളിച്ചേച്ച് പറഞ്ഞു, പിന്നെ ഞാന് മേളിലോട്ട് പോവുക, നിങ്ങളെല്ലാം താഴെ നിൽക്കുക. ഞാൻ മേളിലോട്ട് പോകുമ്പം എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്നോ എപ്പോൾ വരുമെന്ന് കൃത്യതയില്ല. എന്തായാലും വരുന്നത് വരെ അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്. യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത്. പിന്നെ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടാകരുത്. ഇനി എന്തേലും ഉണ്ടായാൽ ഇവരാന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കുന്ന വരുവാ. ഒന്നുമില്ലെങ്കിൽ ഇവർ പറയാം, എൻ്റെ കസാരി അങ്ങോട്ട് നീക്കിയിട്ടത് ആരാന്ന്. ഇവിടുത്തെ രീതി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറയുന്നത്. ഇവരെന്തേലും പ്രശ്നം ഉണ്ടാക്കും. ഒന്നും ഉണ്ടാകരുത്. ഇനി ആർക്കേലും വല്ല കാര്യവും ഉണ്ടായാൽ. പൗലോസ് ഇതിനോട് കിടപിടിക്കുന്ന ഒരു ഭാഗം പറഞ്ഞു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ട് പോകരുത്. അഥവാ പോയാൽ നിങ്ങൾ അടിയന്തര കമ്മിറ്റി കൂടി അവനെ മുടക്കണം. അങ്ങനെയാണോ? അല്ല. പിന്നെ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരെ ബാക്കി ഒന്ന് വായിച്ചേര്. 6:1 ഗലാത്യ ലേഖനം 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് വളരെ കർക്കശമായി പറയുക ഉപദേശമാണ്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ട് പോകരുത്. അഥവാ പോയാൽ സ്വാഭാവികമാണ്. എൻ്റെ കാരണം കൂടെ പറയാം. ഈ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതൊരു വല്ലാത്ത ലോകമാണ്. അത് ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. വല്ലാത്ത ലോകമാണ്. വഞ്ചനയും അക്രമവും അനീതിയും. നമ്മളൊരു ഓഫീസിൽ ചെന്നേ, ഇപ്പൊ പിന്നെ ഈ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ മിക്കയിടത്തും കൈക്കൂലി കൊടുക്കണം. ഇപ്പൊ പിന്നെ കൈക്കൂലി എന്ന് പറഞ്ഞ് മേടിക്കല്ല, ഒരു സന്തോഷം. സാറിനെ കണ്ടപ്പം പോക്കറ്റ് മണി, ഒരു സന്തോഷം. കൈക്കൂലി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് സാറുമാരാന്നേലും നമുക്ക് പിന്നെ കാണാം. ഇവിടെ വെച്ച് കാണണ്ട. ഇവിടെ വെച്ച് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും അപ്പൊ മനസ്സിലായി ഇങ്ങനെയുള്ള കാഴ്ചയല്ല. ചില ഡോക്ടർമാർ പറയുമല്ലോ, വീട്ടിൽ വന്ന് കാണാൻ. ആശുപത്രിയിൽ നമ്മൾ മേളിലത്തെ താഴത്തെ നിലയിൽ വെച്ച് പുള്ളിയെ കണ്ടതാ. എന്നാലും ആ കാഴ്ച അല്ല, പ്രത്യേക കാഴ്ച. അതാ ഏത് മേഖല എടുത്തു, എല്ലാ മേഖലയിലും അങ്ങനെ. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാ ഇതല്ല. പൗലോസ് ആ കാര്യം, അതിന്റെ ലക്ഷണങ്ങൾ കുറച്ച് പറയുന്നുണ്ടല്ലോ. നമുക്ക് അറിവുള്ള വാക്യം തിമോഥെയോസിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം വായിച്ച്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ദുർഘട സമയങ്ങൾ വരും. അതാ ഓരോന്ന് ചിന്തിച്ചു. മനുഷ്യർ സ്വസ്നേഹികളാ. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്ന ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം നോക്കുക. അത് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന കാര്യമാണ്. പക്ഷേ ജീവിതത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാവരും സ്വസ്നേഹികൾ. അത് പാടില്ലെന്നാ. മറ്റുള്ളവരുടെ ഗുണം നോക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറം ഇരിക്കുന്നവന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അത് ക്രമീകരിക്കണം. അപ്പുറം ഇരിക്കുന്നവന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അത് ക്രമീകരിക്കണം. വേണ്ടേ? ബസ്സിൽ കയറി 3 പേര്, ഉദാഹരണമാണ്, 3 പേര് ഇരിക്കുന്ന സീറ്റിൽ.
അപ്പം നമ്മളൂടെ ചെന്നിരുന്നപ്പം അതിലപ്പുറയോ ഇപ്പുറയോ ഇരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെന്തിക്കോസുകാരാകുന്ന നമ്മൾ അതിനൊരു പരിഹാരം പറ. നമ്മളൊന്നുകൂടെ വിടർന്നിരുന്നേച്ച് അവനെ എങ്ങനെയല്ലേ ഞെക്കി. അവസാനം അവൻ ഗതികേട്ട് ഇരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് കമ്പിയെ പിടിച്ചു. നമ്മൾ താഴ്ന്നുണ്ട്. സ്തോത്രം സ്തോത്രം, ദൈവം തന്ന വിശാലതയ്ക്കായിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തെന്നോ ചെയ്യുമെന്നല്ല പറഞ്ഞത്, അത് പാടില്ലെന്നായി പറഞ്ഞത്. ആഹാരം കഴിച്ചിട്ട് കൈ കഴുകാൻ ചെന്നപ്പോൾ പ്രായമുള്ള ഒരു അപ്പനോ അമ്മയോ വന്ന്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് പറ. ഓ അത് പോരാ. അല്ല അങ്ങനെയും പോരാ. അത് പറ. അപ്പൊ പ്രായമുള്ള ഒരു അപ്പനോ അമ്മയോ വന്ന് നിൽക്കുന്നെങ്കിൽ അയ്യോ അവിടെ പോയിരുന്നാട്ടെ, പാത്രം ഇതാ, അത് കഴുകി വേണമെങ്കിൽ ആ പാത്രത്തിൽ വെള്ളവും കൂടെ കൊണ്ട് അവർക്ക് കൊടുക്കണം. എന്നാ അപ്പം വരുന്നോണ്ട് അയാളെ തട്ടി മാറ്റി നമ്മൾ കയറി തടഞ്ഞു നിന്നങ്ങ് കഴുകി. നിങ്ങൾ അങ്ങനെ ചെയ്തെന്നല്ല, അങ്ങനെ ചെയ്യരുതെന്നാ. പൈപ്പിന്റെ ടാപ്പും ശരിക്കും അങ്ങ് തുറന്ന് പുള്ളിയുടെ ദേഹത്തും. ഇപ്പൊ സഭയിൽ ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ സഭ എടുക്കാം. ചില ദിവസങ്ങളിൽ കഞ്ഞിയാണ്, ചില ദിവസങ്ങൾ ആരെങ്കിലും അത് സ്പോൺസർ ചെയ്യുന്നതനുസരിച്ച് മറ്റ് ആഹാരമാണ്. അപ്പോൾ പ്രായമുള്ളൊരമ്മ, പ്രായമുള്ളൊരപ്പൻ, അല്ലെ വയ്യാത്തൊരു സഹോദരി, വയ്യാത്തൊരു സഹോദരൻ, ഒരു കൊച്ചു കുഞ്ഞ്, അപ്പോൾ അവനവൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് കഴിച്ച് ഓടുകയല്ല അതിൻ്റെ മര്യാദ. പ്രായമുള്ള അപ്പനും അമ്മയോടെ പറഞ്ഞ് ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുതരാം. അല്ല അവരവിടെ ചെന്ന് വെച്ചു, അയ്യാത്തമ്മ എന്നെ എല്ലാവരും കൊണ്ട് കൊടുക്കുക. കൊടുത്തേച്ച് പിന്നെ ആ ഏരിയയിലോട്ട് പോകാതെ ഇരിക്കരുത്. ഇടയ്ക്ക് ഒന്നുകൂടെ ചെന്ന് ചോദിക്കണം എന്തേലും. അങ്ങനെ ഈ ആഹാരം കൊടുത്തേച്ച് പിന്നെ ആ വഴിക്ക് വരാത്ത ആൾക്കാരുണ്ട്. പേരും സ്ഥലവും പറയത്തില്ല, വളരെ അറിവുള്ളൊരു വീടാണ്. ആഹാരം കൊണ്ട് വെച്ചേച്ച് പിന്നെ അങ്ങോട്ട് ആരും വരികയില്ല. അപ്പം നമുക്ക് ഒരല്പം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ താല്പര്യം. അങ്ങോട്ട് വീട്ടിൽ നടന്ന സംഭവമാണ്, അനുഭവിച്ച ആൾ എന്നോട് പറഞ്ഞതാണ്. പുള്ളി അവിടെ നിരന്തരം അവിടുത്തെ വീട്ടിലെ ഒരു കാര്യക്കാരനാണ്. അവിടുത്തെ കൊച്ചമ്മ ആഹാരം കൊണ്ട് വെച്ചേച്ച് പിന്നെ ആ ഏരിയയിലോട്ട് വരികയല്ല. അപ്പം പുള്ളിക്ക് ഒരല്പം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഉണ്ട്. പുള്ളി അവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, എടുക്കുന്നില്ല. പിന്നെ ഉള്ള നാട്ടെന്നോർത്ത് പുള്ളി കയ്യും എല്ലാം കഴുകി തിണ്ണേ വന്നിരിക്കും. അയ്യോ നീ കഴിച്ചോ, നിനക്ക് വല്ലതും വേണമായിരുന്നോ? അപ്പൊ ഇവരുടെ തൊഴിൽ ഇത് കൊടുത്തേച്ച് ആടിനെ കഴിച്ചോണ്ട് അങ്ങ് പോവാ പറമ്പിലോട്ട്. രണ്ട് ആട്ടിൻകുട്ടിയുണ്ട്, അത് കൊണ്ടുപോകേണ്ട സമയമോ സന്ദർഭമോ അതല്ല. നിങ്ങൾക്ക് മനസ്സിലാകാഴിയോ ഒന്നുമില്ലല്ലോ. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാര് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാം നിന്ന് ശുശ്രൂഷിച്ചു. വായിച്ച ആ വാക്യം ഒന്ന് വായിച്ച. അതിന് അറിഞ്ഞിട്ടാണോ ഓർക്കാഞ്ഞിട്ടാണോ മറന്നു പോയതാണോ ഇനി അങ്ങനെ ഉണ്ടോ ചിന്താഭാരം? അല്ല, ഭക്ഷണം കഴിച്ച ഭാഗം വായിച്ചാൽ മതി, മൊത്തം വായിക്കണ്ട. അബ്രഹാം അവർക്ക് കൊണ്ട് കൊടുത്ത ഭക്ഷണ സാധനങ്ങൾ. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിനും കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അതാ പ്രമാണം. വെണ്ണയും പാലും താൻ പാകം ചെയ്യിപ്പിച്ചെടുത്ത കാളക്കുട്ടിയെയും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ വെച്ചു. അപ്പൊ ഇത് കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ച ചുണ്ടയിട്ടെന്നാണോ? പിന്നെ അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. ഇതൊരു ശുശ്രൂഷയാ. നമ്മളൊക്കെ സ്റ്റേജിൽ കയറി കസർത്ത് കാണിക്കുന്നത് ശുശ്രൂഷയാന്നാ. അതും ശുശ്രൂഷയാ, ഇതൊരു വലിയ ശുശ്രൂഷയാ. ഏത്? ഭക്ഷണം വിളമ്പി കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ വരുന്നവരെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പം കപ്പ പുഴുങ്ങിയത് മുളകൊടച്ചതായിരിക്കും. നിങ്ങളുടെ സാഹചര്യം അതാ, മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ, ഞാനും ഷിബു പാസ്റ്ററും കൂടെ ഒരു വീട്ടിൽ ചെന്നു. വീടും സ്ഥലമൊന്നും പറയത്തില്ല, ഞങ്ങളോട് ചോദിക്കുകയും ചെയ്യരുത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്,
ഒരു കൂട്ടാനേ ഉള്ളൂ. അയ്യോ, അത് തന്നെ വലിയ കാര്യം, വലിയ കാര്യം. ഒരു കൂട്ടാനുള്ളത് എന്ത് വലിയ കാര്യം? അതുപോലും കിട്ടാത്ത എത്രയോ പേര്. അപ്പം അവർക്കൊരു പ്രയാസം. ഞങ്ങൾ ദൈവദാസന്മാരില്ല, ഈ ഒരു കൂട്ടാൻ കൊണ്ട്. ഞാൻ പറഞ്ഞ ഒന്നും വിഷയമല്ല, ഇച്ചിരി മുളക് കൂടെ ഉടച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. അന്നേരം അവിടുത്തെ ദൈവദാസി നേരത്തെ മുളക് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചു. അടുത്ത കാലത്ത് ഇതുപോലെ രുചികരമായിട്ട് കഴിച്ചുമില്ല. സ്തോത്രം. അപ്പൊ നമ്മുടെ അന്നേരത്തെ സാഹചര്യം, ചിലപ്പോൾ ഒരു കിഴങ്ങ് പുഴുങ്ങിയതോ ഉണക്കക്കുറിച്ച് ചുട്ടതായിരിക്കും മതി. അതിന്റെ ഉണക്കക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ പാസ്റ്റർ ഒരു ഊറിയ ചിരി, നേരത്തെ കഴിച്ചത് ഓർമ്മ വന്നായിരിക്കും. ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യം അതാ, മതി. ആ ഉള്ള സാഹചര്യത്തിൽ അത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഉണ്ടയിടരുത്. ശുശ്രൂഷിച്ച് നിന്നു. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. നിങ്ങളുടെ വീട്ടിലെ അതിഥിയോ ക്ഷണിച്ചോ ക്ഷണിക്കാതെയോ ഓർക്കാപ്പുറത്തോ ആരിലും വന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാനൊന്നുകൂടെ ഓർപ്പിക്കുക, നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ്. ഓർക്കാപ്പുറത്ത് ചിലപ്പം വിളിക്കാറല്ലോ വന്നാൽ ചിലപ്പോൾ എല്ലാ വീട്ടിലും ഒത്തൊന്ന് വരികയല്ല ഉള്ളത്. സ്തോത്രം. ചിലപ്പോൾ ഒന്നും കാണിക്കില്ല. പണ്ടത്തെ ഇത് ഞങ്ങളുടെ കുട്ടനാട്ടൊക്കെ മൾഗർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൾഗർ, അതാ വെള്ളം തിളപ്പിക്കുമ്പോൾ അത് അങ്ങോട്ട് ഇട്ട് തവയുടെ ചിരട്ട തവയുടെ കൊണ്ട് ഇങ്ങനെ ഇളക്കി. നല്ല രുചിയാ, മതി. എളുപ്പവുമാ. വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് നിന്നിട്ട് പഞ്ചസാര ഉണ്ടെങ്കിൽ ചെല്ലിടും. അപ്പം എല്ലാം വിഷമായതുകൊണ്ട് അധികം ചേർക്കാതിരിക്കുന്നതാ. കുടഞ്ഞിടുമ്പോൾ തന്നെ തവി കൊണ്ടിങ്ങനെ, അത് നല്ലതാ. ഞാൻ എന്ത് വീണ്ട മൾഗർ തിന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയും, ഈ വിശപ്പ് ഒരു കറിയാണ്. ചോറ് കൊണ്ട് വെച്ചതിൻ്റെ കൂടെ ഒരു കറിയാണ് വിശപ്പ്. ഒരു മുളകിൻ്റെ ഇതുകൂടെ കൊടുത്താൽ 2 കറിയായി. സ്തോത്രം. ഈ ചില സ്ത്രീകൾക്ക്, എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ എങ്ങനെ ഇതുകൊണ്ട് അവരുടെ മുന്നിൽ വെക്കുന്നത്, പിന്നെ ചിലക്ക് ധാരണമുണ്ട്. ഞാൻ എങ്ങനെ ഇതുകൊണ്ട് കൊടുക്കുന്നു, ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കണമെന്ന് പറയാം. മുളക് ഉടച്ചതാണെങ്കിൽ വൃത്തിയുള്ളൊരു പാത്രം പീലീസ് കഴുകി വൃത്തിയാക്കിയിട്ട് ആ മുളക് അതിനകത്ത് വെക്കുക. വെക്കുന്നെങ്കിൽ ഒരു സ്പൂണും കൂടെ അതിലോട്ട് വെക്കുക. എന്നിട്ട് എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞ, സഹോദരിമാരാണെങ്കിൽ നൈറ്റി ആണെങ്കിൽ ഒരു തോർത്തൂടെ ഇട്ടേക്കണം. വെക്കുന്ന വിധമായി പറഞ്ഞു തരുന്നത്. ദേഹത്തൊരു മാറാപ്പൂടെ ഇട്ടേക്കണം. ചട്ടയും മുണ്ട് കൊടുത്ത് അമ്മയാണെ പിന്നെ കുഴപ്പമില്ല. സാരിക്കാരി ആണെങ്കിൽ സാരിയുടെ പുറകെടുത്ത് ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് ഭവ്യതയോടെ കൊണ്ട് അങ്ങനെ വെക്കുന്നത്. മനസ്സിലാകുന്നില്ലേ? യോ നിങ്ങൾ വിളിക്കാതെ പറയാതെ ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ ഇത് അങ്ങോട്ട് കൊണ്ട് നീ വെക്കേണ്ട വിധമായി പറഞ്ഞു തന്നത്. മനസ്സിലായോ? അല്ലാതെ അലപ്പറ ഉണ്ടാക്കിയല്ല കൊണ്ട് സ്പൂണും എടുത്ത് ഒരൊറ്റ കയറ്. വന്നവന് പറഞ്ഞ് എന്നാണ് അടുക്കളയിലൊരു എന്നെ നിങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുന്നേ. നമ്മുടെ സാഹചര്യം ദൈവം അറിയുന്നു. പക്ഷെ കർത്താവ് നോക്കുന്ന നമ്മുടെ മനസ്സാ. മനസ്സാ ദൈവം നോക്കുന്നത്. സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെല്ലാം പ്രശ്നക്കാരാന്നല്ല ഈ പറഞ്ഞത്. പുള്ളി എന്ന് വന്നാലും എനിക്കിട്ടൊന്ന് താങ്ങാതെ അങ്ങനെ ചിന്തിക്കരുത്. സ്തോത്രം. നമുക്കെല്ലാം കൂടെ ഉള്ളതാ. നിങ്ങൾ മാത്രമല്ല, ഓൺലൈനിൽ ചിലപ്പോൾ 10-100 പേരുണ്ടെന്നാ പറഞ്ഞത്. അതിനകത്ത് ആരെങ്കിലും കുരുക്കുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ആയിക്കോട്ടെ, എന്തായാലും ഗുണമാകണ്ടേ. അപ്പോൾ അപരകാം അങ്ങനെ ശുശ്രൂഷിച്ച് നിന്നാണ് ഞാൻ ആ ഭാഗം പെടുക. അപ്പൊ അന്ത്യകാല ലക്ഷണങ്ങളാണ്. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും എങ്ങനെയും പണം ഉണ്ടാക്കണം. എങ്ങനെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് വരെ, മരണം വരെ പണം ആവശ്യമാണ്.
ആവശ്യം. അതില്ലാതെ ഒക്കത്തില്ലല്ലോ. എന്നാൽ സൂത്രത്തിലും ചതിയിലും ക്രമം കെട്ടും വഴിവിട്ടും പ്രമാണം ലംഘിച്ചും ഉണ്ടാകരുത്. അത് ശാശ്വതമല്ല. എത്ര തെളിവുകളും സംഭവങ്ങളുമാ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നത്. നമ്മൾ ആരെയും വിധിക്കണ്ട, പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ വളരെ ഭയത്തോടെ വേണം ജീവിക്കാൻ. എത്ര സംഭവങ്ങൾ. ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പേരും സ്ഥലമൊന്നും പറഞ്ഞില്ല. എനിക്ക് ഭയമാണ്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. അന്യായമായി നീതിക്ക് നിരക്കാത്തത് നമ്മുടെ കൂടാരത്തിനകത്ത് വരരുത്. സ്തോത്രം. വളരെ ചിലപ്പോൾ ആൾക്കാർ പറയും മണ്ടൻ, ആ കഴിവില്ല, ഇത്രയും വർഷം ശുശ്രൂഷിച്ചിട്ടൊരു ഒരു മതി, അതങ്ങനെ ഇരുന്നോട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ മറ്റേ പുള്ളി 3 കൊല്ലം ആയുള്ള ശുശ്രൂഷക്ക് ഇറങ്ങിയിട്ട് 3 നല്ല വീടും വെച്ചു, 3-4 ഏക്കർ സ്ഥലം മേടിച്ചൊരു 30 വണ്ടിയും പുള്ളിയുടെ. അത് കൂടാതെ പുള്ളിക്ക് എസ്റ്റേറ്റും പിന്നെ വേനൽക്കാല അവധിക്ക് പോയി പാർക്കാൻ ഊട്ടിയിലും കൊടൈക്കനാലും പുള്ളിക്ക് റിസോർട്ടും. മിടുക്കനാകട്ടോ, ആയിക്കോട്ടെ, നമ്മൾ വിധിക്കണ്ട. ഇതെല്ലാം വെളിപ്പെടുന്നൊരു സുദിനമുണ്ട്. സ്നാനപ്പെട്ടിട്ടുള്ളോരും മറുഭാഷ തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളോരും മറുഭാഷ തിട്ടമായി പേശിയോരും, ഭാഷയെ വ്യാഖ്യാനം ചെയ്തവരും വരും, ഭാഷയെ വ്യാഖ്യാനം ചെയ്തവരും വരും, എല്ലാവരും കൊന്നേ വന്നേ മതിയാകൂ. രാജരാജൻ മഷിക സിംഹാസന പുസ്തകമായി വരുമ്പോൾ, രാജരാജൻ മഷിക സിംഹാസന പുസ്തകമായി വരുമ്പോൾ, കോടാകോടി ദൂതർ മധ്യത്തിൽ നിന്നവർ, കോടാകോടി ദൂതർ മധ്യത്തിൽ വാടാമുടി ചൂടി വാണിടും നാളുകൾ, രാജരാജൻ മഷിക സിംഹാസന പുസ്തകമായി വരുമ്പോ, ഓ രാജരാജൻ മഷിക സിംഹാസന പുസ്തകമായി വരുമ്പോ. ഈ പാട്ട് എഴുതിയതിനെ പറ്റി ചരിത്രം, ഈ ചാലിയക്കര എസ്റ്റേറ്റിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു ദൈവദാസനും, അദ്ദേഹം ദൈവദാസനും കൂടായിരുന്നു, ചാലിയക്കര പത്രോസ്. അന്ന് സായിപ്പന്മാരുടെ കാലമാണ്. അപ്പം ആ എസ്റ്റേറ്റിനകത്തുള്ള അഴിമതിയും ചുമതലക്കാരും സ്റ്റാഫും കങ്കാണിമാരും പിന്നെ സൂപ്പർവൈസർമാരും എല്ലാം അതിനകത്ത് അഴിമതി കാണിക്കുന്നു. പുള്ളിക്കൊന്നും മിണ്ടാനൊക്കത്തില്ല, കാരണം ജോലിയും കൂടെ പോകും. ഇതെല്ലാം കണ്ട പുള്ളി മനം നൊന്ന് എഴുതിയതാണ്. ഒരു ന്യായവിധിയുണ്ട്, ആ ന്യായ ദിവസത്തിൽ കണക്ക് കൊടുക്കണം. ഇത് മുഴുവൻ അന്ന് പെന്തിക്കോസുകാരും അതിനകത്തുണ്ട്, അവരും ചിലർ വഴിവിട്ട. ഇതെല്ലാം കൂടെ കണ്ടേച്ചാ പുള്ളി എഴുതിയത്. സ്നാനപ്പെട്ടിട്ടുള്ള ഒരു മറുഭാഷ തിട്ടമായി പേശിയോരും, ഭാഷയെ വ്യാഖ്യാനം ചെയ്തവരും വരും. പുള്ളിയുടെ ആശയത്തിൽ എഴുതിയതാണ്. അതിന് വേറെ വരിയുണ്ട്, കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, ഇതെല്ലാം അവിടെ വരുമെന്ന്. കേണൽ ഡിവിഷനയ്യ എന്നിവരും ഹെൽപ്പർ കമാൻഡർമാരും, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, സകലയാണോ? മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, എല്ലാവരും ഒന്നേ വന്നേ മതിയാകൂ. രാജരാജൻ മഷിക സിംഹാസന പുസ്തക. അപ്പോൾ ഒരു ന്യായമായ ദിവസമുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ ബോധിപ്പിച്ചല്ല, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. കൈ വെടിപ്പായിരിക്കണം. ദൈവസന്നിധി കൈ മലർത്തുമ്പം ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. സ്തോത്രം. ഇങ്ങനെ മലർത്തുമ്പം മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ ചിലപ്പോൾ കൂട്ടുവിശ്വാസികളോ കൂട്ടുവേലക്കാരോ നമ്മുടെ കുടുംബക്കാരോ ചാർച്ചക്കാരോ വേണ്ടപ്പെട്ടവർ പറയാം കഴിവില്ലെന്ന്. മതി, കഴിവ് വേണ്ട. ഈ കണ്ടമാനം കഴിവില്ലാതിരിക്കുന്നതാ. സ്തോത്രം. ഏതാ സൂത്രം ഒപ്പിക്കാനുള്ള കഴിവ്, അല്ല പാടാനും പ്രാർത്ഥിക്കാനും കഴിവ്. അത് എന്നാ പിന്നെ ഒരു കഴിവും വേണ്ടി ഈ പരുവത്തിന് ഇങ്ങനെ, അതല്ല ഈ പറഞ്ഞത്. ഭാഷ പറഞ്ഞല്ലോ കഴിവൊന്നും ഇല്ലാതിരിക്കുന്ന, എനിക്ക് 2 പാട്ട് അറിയാതെ മതി, എനിക്കൊരു കഴിവും വേണ്ട, ഞാൻ പാട്ട് പഠിക്കുന്നുമില്ല, ഉള്ള കഴിവ്, അതല്ല ഈ പറഞ്ഞത്.
കുരുക്ക് ചിന്തിക്കരുതിരുന്നു. സൂത്രം ഒപ്പിക്കാനുള്ള കഴിവ് ചില കുറഞ്ഞിരുന്നാൽ മതി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതെ, സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികള്. അഹങ്കാരമാ അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. അയ്യോ ഇതുപോലെ അഹങ്കാരമുള്ളൊരു കാലം നിങ്ങളെല്ലാ മേഖലയിലും എടുത്തേ. അഹങ്കാരമല്ലേ? ഒന്ന് വിധേയപ്പെടാനോ താഴാനോ വിനയപ്പെടാനോ അഹങ്കാരമാ. നമ്മൾ എന്തോ കണ്ട അഹങ്കരിക്കാനാ? എനിക്ക് ഭയമാ. ഞാൻ ഭയത്തോടാ ഇത് പറയുന്നത്. ചുമ്മാ നിൽക്കുന്നവരാ ഉരുണ്ട് വീണ് ചാകുന്നത് അല്ലേ? കണ്ടോണ്ടിരിക്കല്ലേ, കണ്ണിന് മുമ്പിലല്ലേ. എന്തോ അഹങ്കരിക്കാൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക, തിരിച്ചവിടെ ചെല്ലുമെന്ന് ആർക്കും ഉറപ്പ് പറയാനൊക്കത്തില്ല. അങ്ങനത്തെ കാലമാണ്. ഞാൻ നിങ്ങളുമെല്ലാം വാഹനത്തിൽ യാത്ര ചെയ്ത മര്യാദയ്ക്ക് നമ്മൾ ഓടിച്ചാലും വ്യായി പിടിച്ചവൻ ഇങ്ങോട്ട് വന്ന് ഇരിക്കുക അല്ലേ? കടയ്ക്കകത്ത് സാധനം വിറ്റുകൊണ്ടിരുന്നത് സൂക്ഷം വണ്ടി വന്ന് അങ്ങോട്ട് കയറി കണ്ടോ? അയാൾ റോഡിൽ പോലും ഇറങ്ങിയില്ല. അയാൾ കടയ്ക്കകത്തിരുന്ന് അയാളുടെ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങൾ വണ്ടി അങ്ങോട്ട് ചെന്ന് കയറുക. ഫുട്പാത്തിൽ കൂടെ നടന്നു പോയ അമ്മയാ ഒറ്റ ഇടിക്ക് അപ്പുറത്തെ റോഡിൽ ഉണ്ടോ? വല്ലാത്ത ലോകമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ അഹങ്കാരമല്ല അങ്ങ് എന്നെ കൊണ്ട് വല്ലതും കഴിയും, ഞാനില്ലെങ്കിൽ കാണായിരുന്നു, ഞാൻ ഉള്ളത് കൊണ്ടായിരിങ്ങനെ പോകുന്നത്. സ്തോത്രം. അത് അങ്ങനെയുള്ള ചിന്തകളെല്ലാം അങ്ങ് വിടണം. നമ്മളെ കൊണ്ടൊന്നും കഴിവില്ല. ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് നിന്ന് പോകുന്നതാണ്. ദൈവം അനുവദിച്ചത് കൊണ്ടാ ഈ ഒരു പകലൂടെ കാണുന്നത്. സ്തോത്രം. സ്തോത്രം. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഈ മരണത്തെ മുമ്പിൽ കണ്ടാ ജീവിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. അതെ, എല്ലാ ദിവസവും, അതെ, സദാ നേരവും. അതെ, ഞാൻ തുറന്ന് ഓപ്പണായിട്ട് പറയുക, നിങ്ങളും അങ്ങനെ ആയിരിക്കാം. എല്ലാ ദിവസവും എല്ലാ സമയവും ഏത് സമയത്തും മരണം സംഭവിക്കാം. ഏത് സമയം നമ്മൾ ഇതുവരെ നിൽക്കുന്നത് ദൈവകൃപയാണ്. അപ്പൊ ഞാൻ ആ രീതിയിലുള്ള ചിന്തയോടെ പോകുന്നത് കൊണ്ട്, അത് ദൈവം എനിക്ക് തന്ന ചിന്തയും വിചാരമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ നിരാശയില്ല. നിരാശയില്ല. എന്തെങ്കിലും കിട്ടാത്തതിൽ ഖേദമില്ല. ലഭിക്കാത്തതിൽ യാതൊരു ബുദ്ധിമുട്ടും. അപ്പൊ എൻ്റെ ചിന്ത ഇത് തന്നെ അധികമായെന്നുള്ളതാണ്. നമ്മൾ ഈ പെന്തിക്കോസ് വന്നപ്പോൾ ഇത് വല്ലതും ചിന്തിച്ചാന്നോ വന്നേ? നല്ല ശേലായി. ഒന്നും ചിന്തിച്ചല്ല വന്നത്. അല്ല. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ അഹങ്കാരമെല്ലാം അങ്ങ് നിർത്തണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മളെ കൊണ്ടൊന്നും നടക്കുകയല്ലതാ. എല്ലാം അവിടുത്തെ കൃപയാ. അവിടെ ഓടിച്ചങ്ങ് വായിച്ചു വിട്ടേക്കാം. അഹങ്കാരികളും ദൂഷകന്മാര് ചുമ്മാ ഈ ദൂഷണം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചങ്ങ്, അത് പാടില്ല. വിശേഷിച്ച് പെന്തിക്കോസുകാരെ സിംഹ ഭാഗം ഈ വിളിച്ചങ്ങ് ഫോൺ ചെയ്താ. ഞാൻ ഒരു അത്യാവശ്യം കാര്യം ഫോൺ ചെയ്യുക, അത്യാവശ്യം ചുമ്മാ ഇരുന്നങ്ങ് മെനക്കെട്ട് ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുത്തിയിരുന്നങ്ങ് വിളിയ. നല്ല കാര്യത്തിനാന്നേ കുഴപ്പമില്ല, അത് ഇതും അറിയാൻ വേണ്ടിയാ. സ്തോത്രം. അത് പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. ഞാൻ വിവരിക്കുന്നില്ല, ഞായറാഴ്ച ഉണ്ടല്ലോ, അന്നേരം പറയാം. ഇത് വായില്ല. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര് മാതാപിതാക്കളെ അനുസരിക്കത്തില്ല. അനുസരിക്കാത്ത വായിച്ചങ്ങ് വിട്ടേക്കാം. നന്ദി കെട്ടവര്, അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവര്. എത്ര ഇണക്കിയാലും ഇണങ്ങുകയില്ല. അത് അന്ത്യകാല ലക്ഷണമാണ്. നിങ്ങൾ ചില നമ്മൾ എത്ര അമ്മായിയമ്മേനെ നമ്മൾ ഉദാഹരണമാണ്. അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കുന്നു, അമ്മയുടെ തുണി കഴുകി കൊടുക്കുന്നു, അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, അമ്മയോട് സ്നേഹത്തെ, എന്നാലും ഇണങ്ങുകയില്ല തള്ള. അമ്മ എന്നാ കഴിച്ചാട്ടെ, നീ എന്നെ കഴിപ്പിക്കൊന്നും വേണ്ട, നീ വരുന്നതിന് മുന്നേ ഞാൻ കണ്ടോ ഇണങ്ങാത്ത കണ്ടോ? നമ്മുടെ സഭയ്ക്കകത്തുമുണ്ട്. അമ്മ ആ കസേരയിട്ടിരിക്കുക, എന്നെ ഇരുത്തുകൊന്നും വേണ്ട, നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാൻ കസേരയൊക്കെ ഒത്തിരി
അത് ഈ ടൈപ്പാ. ഏതാ? സ്തോത്രം. മരുമകളോട് അമ്മായിയമ്മ പറയാ, എടി ആ തോരൻ അങ്ങനല്ല അരിക്കുന്നത്, കുരുകുരാന്ന് അരിഞ്ഞാട്ടെ. എന്നെ അരിയിപ്പിക്കാനൊന്നും പഠിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ തോരൻ ഉണ്ടോ, ഇണങ്ങാത്ത കണ്ടോ? അപ്പോൾ വിശ്വാസത്തോടെ പറയാം, പ്രാർത്ഥിക്കുമ്പം തുടങ്ങുന്ന ഇങ്ങനെ അല്ല, നിർത്ത് പാസ് എന്നെ പഠിപ്പിക്കും. ഞങ്ങൾ നേരത്തെ നിന്ന സഭയിലൊക്കെ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചിട്ടുള്ളത്, അതിൻ്റെ വിചാരം അറിയാനുമുണ്ട്. തുടങ്ങുന്ന അറിയാൻ മേല, നിർത്തുന്ന അറിയാൻ മേല, സന്ദർഭോചിതമായിട്ട് അറിയത്തില്ല. എന്നാലും അഹങ്കാരത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നില്ല. അപ്പൊ അന്ത്യകാല ലക്ഷണങ്ങളിൽ പെട്ടെന്ന് ആ ഇണങ്ങാത്തത്. ഞാൻ വിശദീകരിക്കുന്നത് വായിച്ചു വിട്ടു. അത് ഞായറാഴ്ച പറയാം. ക്ഷണിക്കാരും ഇന്ദ്രിയജയൊന്നുമില്ല. പിന്നെ അയ്യോ നല്ല നല്ല കാര്യത്തിനോടൊന്നും താല്പര്യമല്ല, മുഴുവൻ ദ്വേഷിക്കുക, സൽഗുണത്തെ എല്ലാം ദ്വേഷിക്കുക. അയ്യോ ദൈവത്തോട് യാതൊരു പ്രിയമില്ലാതെ ഭോഗപ്രിയരാ. അപ്പൊ ഇവരാരും ദൈവരാജ്യത്ത് ചെല്ലത്തില്ല. അവിടെ ഇങ്ങനെയുള്ളവരാരും, പണ്ടൊരു പഴയ പാട്ടുണ്ട്, ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ഏക്ഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. ഏക്ഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. നാസിസം, പാസിസം, യത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. നാസിസം, പാസിസം, യത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. പാടാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരാരും അങ്ങ് ചെല്ലുകയല്ലെന്നാണ്. അപ്പൊ അന്ത്യകാല ലക്ഷണത്തിൽപ്പെട്ടതാണ് ഈ ഭാഗം. ആട്ടെ, നമ്മുടെ എടുത്ത ഭാഗത്തേക്കൊന്ന് വരണമല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവര് ഈ മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തു വരിക. അപ്പൊ മോശ പർവ്വതത്തിലേക്ക് കയറി. അപ്പൊ ഈ മൂപ്പന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ പർവ്വതത്തിലേക്ക് പോകുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ താഴെ നിൽക്കുക. ആർക്കെങ്കിലും വല്ല കാര്യോ ഉണ്ടായാൽ ആർക്കെങ്കിലും വല്ല കാര്യോ ഉണ്ടായാല് എൻ്റെ അഭാവത്തിൽ ഞാൻ അഹരോനെയും ഹൂരിനെയും ചുമതലപ്പെടുത്തിയാച്ചാ പോകുന്നത്. യോശുവയെ ഞാൻ കൂടെ കൊണ്ടുപോവുക. യോശുവ എൻ്റെ കൂടെ അങ്ങോട്ട് വരും. അഹരോനും ഹൂരും ഇവിടെ ഉണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അഹരോന്റെയും ഹൂരിൻ്റെ അടുക്കൽ ചെല്ലണം, ചെന്ന് കാര്യം പറയണം. അപ്പം അവരതിന് പരിഹാരം ഉണ്ടാക്കി തരും. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് 24-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചേ. പുറപ്പാട് 24-ന്റെ പിന്നെ യഹോവ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഇനി ഞാൻ വേറൊരു ചിന്ത പറയാം. ആ വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ്. സർവ്വജ്ഞനായ ദൈവം, മോനെ ആ ചെറിയ മൈക്ക് ഇങ്ങോട്ട് തരാം. അപ്പൊ സർവ്വജ്ഞനായ ദൈവം മോശയോട് പറയുന്ന ഭാഗമാണ്. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ യഹോവ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. എങ്ങനെയുണ്ട്? നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പനകളും എഴുതിയ ന്യായപ്രമാണവും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. ദൈവം തമ്പുരാൻ മോശയോട് പറയാൻ, നീ കയറി വന്ന് പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ
അങ്ങനെ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ വന്നിരിക്കാൻ. ഈ നാം പ്രത്യേക സന്ദർഭങ്ങളിൽ അടുത്തിരുത്തുന്ന ആൾക്കാരെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാകും. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. തെറ്റിദ്ധരിക്കരുത്. മറ്റു ചിന്തകൾ നിങ്ങളുടെ അകത്ത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് ഇവിടെ ഇല്ലായിരുന്നു, പാലക്കാട്ടാണ്. അപ്പോൾ യോഗം നടത്താൻ ഷിബു പാസ്റ്ററെ ചുമതലപ്പെടുത്തിയച്ചാ പോയത്. ഷിനി പാസ്റ്ററുമുണ്ട്, ചന്ദ്രൻ പാസ്റ്ററുമുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന്. എന്നിരുന്നാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവകൃപയിൽ ശരണപ്പെട്ട ശുശ്രൂഷ അദ്ദേഹം ലീഡ് ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ദൈവം കൃപ പകർന്നിരിക്കുന്നത്. അപ്പൊ ആ നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പാലക്കാടിന് പോയത്. അല്ലെങ്കിൽ ഞാൻ പാലക്കാട് പോയിട്ട് തിരുമൂലവരം പോലും, ഉദാഹരണമായി പറഞ്ഞേ, ഇപ്പോൾ ഷിനി പാസ്റ്ററോ ചന്ദ്രൻ പാസ്റ്ററോ നിങ്ങളുടെ വീട് വിട്ടൊരു 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ സുമയാൻ്റിയോ ടിനിയോ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലേ പോകുള്ളൂ. ഇല്ലെങ്കിൽ മിറ്റത്തിറങ്ങുകയല്ല. ഇല്ലേ? പറ. നിങ്ങൾ എന്തായാലും പറ. സ്തോത്രം. അപ്പൊ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ഇനി വന്ന് എൻ്റെ അടുക്കൽ ഇരിക്കാൻ. ദൈവം ഓരോരുത്തനെ പിടിച്ച് ചുമ്മാ വട്ട കളിക്കുന്നതിനെ പിടിച്ച് അടുത്തിരുത്തു പോകും. ഒരിക്കലും ഇരുത്തുകയല്ല. സ്തോത്രം. അതിന്റെ കാരണം കൂടെ പറയും. ഈ ദൈവം മോശയെ വിളിച്ച് അടുത്തിരുത്താനുള്ളതിന്റെ ഒരു കാരണം തമ്പുരാൻ തന്നെ പറഞ്ഞല്ലോ. നിങ്ങളാണ്ടതിന്റെ 33-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ച് അതിന്റെ കാരണം പിടിച്ചടുത്തിരുത്താൻ യഹോവ മോശയോട് ഒന്ന് പിടിച്ച് അടുത്തിരുത്തുക. 2 ദൈവം പറയും, നീ പറയും പോലെ ഞാൻ ചെയ്യുമെന്ന്. അടുത്തത്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അതാ വിഷയം. അടുത്തിരുത്താൻ കാര്യം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുത്ത് ഒരുത്തൻ ഇരിക്കണമെങ്കിൽ ദൈവം അവനെ അടുത്തറിഞ്ഞു. എത്ര സ്പഷ്ടമായിട്ടാ ദൈവം പറഞ്ഞേ. പുറപ്പാട് പുസ്തകം 24 പറഞ്ഞു, നീ ഇഞ്ഞ് കയറി വന്ന എൻ്റെ അടുക്കൽ ഇരിക്കുക. അങ്ങനെ ഇരുത്താൻ കാര്യം 34-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. നല്ലതുപോലെ മോശയെ ദൈവം. പിന്നെ നമ്മൾ പെന്തിക്കോസ് വന്നിട്ട് 2, 4, 5, 8, 10, 20, 30 ഇന്ന് വരെ ദൈവത്തിന് നമ്മളെ പിടികിട്ടിയിട്ടില്ല. ഇവന്റെ ഉദ്ദേശം എന്നാന്ന് ദൈവത്തിനൊന്നും അറിയത്തില്ലെന്നല്ല ഞാനീ പറഞ്ഞേ. അങ്ങനെ ധരിക്കരുത്. തിരുവല്ല ഹെബ്രോൻ ചർച്ച് വന്ന് പുള്ളിയുടെ ഉദ്ദേശം എന്നാണ്. സ്തോത്രം. പെന്തിക്കോസ് വന്നിട്ട് 2, 5, 8, 10, 20, 30, 50 കൊല്ലമായി. ദൈവം ഇപ്പോഴും ദൂതന്മാരും ദൈവം കൂടെ ചിന്തിക്കുക, ഈ പുള്ളിയുടെ ഉദ്ദേശം എന്നാന്ന് ഇത് വരുന്നു. കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മറുഭാഷയും പറയുന്നുണ്ട്, മേപ്പോട്ടും കീപ്പോട്ടും ചാടുന്നുമുണ്ട്, ഇടയ്ക്ക് ഒരു ഞെട്ടലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളിയുടെ ഉദ്ദേശം എന്നാന്ന്. സ്തോത്രം. തമ്പുരാൻ മോശയെ അടുത്തറിഞ്ഞു. എന്റെ പ്രിയരെ, ദൈവം നമ്മെ ഒന്ന് അടുത്തറിയണം, നല്ലതുപോലെ അറിയണം. ആട്ടെ, ഞാൻ ആ ഭാഗം പിന്നീട് പറയാം. അപ്പൊ ദൈവം മോശയെ നല്ലതുപോലെ അടുത്തറിഞ്ഞു. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞു, നീ ഇനി കയറി വന്ന് എൻ്റെ അടുക്ക വന്ന് എൻ്റെ അടുക്ക ഇരിക്കാൻ. ദൈവം പറ ഇഞ്ഞു ഇനി വേറൊരു കാര്യം കൂടെ പറയാം. പർവ്വതത്തിന്റെ മുകളിൽ ഇവിടെ വന്ന് എൻ്റെ അടുക്ക ഇരിക്കാൻ പറയും. ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. അതിന്റെ ഈ ഇരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തെ പറ്റി അവിടെ വേറൊരു പ്രയോഗമുണ്ട്. 24-ാം അധ്യായത്തിന്റെ 8-9 ഒന്ന് വായിച്ചേ. 24-ന്റെ 8-9. അപ്പോൾ മോശ രക്തമെടുത്ത ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അതാണോ 24-8? അത് എത്ര വാക്യമാ? 10. 9 മുതൽ വായിച്ചോ. 9 മുതൽ. ഇവരെല്ലാം കൂടെ കയറി ചെന്നു. അടുത്തത്, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ, ആ ദൈവമഹത്വത്തെ എല്ലാം കണ്ടു. അടുത്ത വാക്യം, അവന്റെ പാദങ്ങൾക്ക് കീഴെ
നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും. പിന്നെ അപ്പോൾ ആ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം, ആകാശത്തിലെ സ്വച്ഛത പോലെ. അങ്ങനെയുള്ള സ്ഥലത്തോട്ടാ കയറി വന്നിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. അല്ലാതെ കാലിളകിയ സ്റ്റൂളുകളിലോട്ട് കയറി ഇരിക്കാനല്ല. ഒരു കാല് ഇളകി ഇരുന്നപ്പോൾ കിറന്നൊരു ശബ്ദവും പൊങ്ങി വന്നപ്പോൾ തുണിയും കയറി ആണി പൊങ്ങിയിരുന്നു. സ്തോത്രം. മനസ്സിലായോ? പ്രത്യേക സ്ഥലത്തോട്ടാ കയറി വന്നിരിക്കാം. ദൈവസിംഹാസനത്തിന്റെ വിശേഷതയാ നീലക്കല്ല് പതിച്ച തളം പോലെ ആകാശത്തിലെ. ഇനി അതിന് നിങ്ങൾ ചിന്തിച്ചേ, ഈ ചില ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ച ഈ കടലിന്റെ ഭാഗത്ത് നല്ല വെയിലടിക്കുമ്പം കളർ മാറുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ വേദപഠിതാക്കൾ പറയുന്നതും വേദപുസ്തകത്തിലെ ചില വ്യാഖ്യാനം അനുസരിച്ച് വടക്കേ ദേശത്തിന് പ്രത്യേകതയുണ്ടെന്ന്. അപ്പം നീലക്കല്ല് പതിച്ച തളം പോലെ ആകാശത്തിലെ ചില സന്ദർഭത്തിൽ നോക്കിക്കേ, നല്ല കളറല്ലേ. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേക സ്ഥലത്തോട്ട് പറഞ്ഞ് കയറി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ദൈവം പറയുക, ഈ ദൈവം മോശയെ വിളിച്ച് തൻ്റെ അടുക്കൽ ഈ പ്രത്യേക സ്ഥലത്ത് കൊണ്ടിരുത്താനുള്ളതിൻ്റെ ഒരു കാരണം, ഈ എൻ്റെ ഭാഷ പറയാ, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഫറവോന്റെ സിംഹാസനം ഇട്ടേച്ചാ ഇങ്ങോട്ട് പോകുന്നത്. നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ, മരിച്ചാൽ ആ സ്ഥാനത്ത് ആ കസാര ഇരിക്കേണ്ടത് മോശയാ. പക്ഷെ മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ചിലപ്പോ അന്ന് മോശയുടെ കൂട്ടുകാരോ കൊട്ടാരത്തിൽപ്പെട്ടവരോ പരിചയക്കാരൊക്കെ ചെന്ന് അബദ്ധം കാണിക്കരുത്, ചുമ്മാ മണ്ടത്തരം കാണിക്കരുത്, ഈ കസാരയിൽ ഇരുന്നു കൊണ്ടും ദൈവത്തെ ശുശ്രൂഷിക്കാമല്ലോ എന്ന് ചിലപ്പോ പറഞ്ഞ് മോശ പറഞ്ഞ് എനിക്കിതല്ല വലുത്, അതാ. അപ്പൊ ഇതെല്ലാം വിട്ടേച്ചിറങ്ങിയവനെ ദൈവം കൈവിട്ടില്ല. ആരംഭകാലത്തൊക്കെ പലരും ആക്ഷേപിച്ച് പരിഹസിച്ചെങ്കിലും തമ്പുരാൻ പറഞ്ഞു കയറി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അന്ന് ചിലപ്പോ ഇരുന്നെങ്കിൽ സിംഹാസനത്തിൽ മാത്രമേ ഇരിക്കുള്ളൂ. ഫറവോന്റെ സിംഹാസനം സ്ഥിരതയുള്ളതല്ല. പക്ഷെ അത് ഉപേക്ഷിച്ച് ത്യജിച്ച് വേണ്ടാന്ന് വെച്ച് ദൈവിക ദർശനത്തോടെ അത് ചപ്പന്നും ചവറെന്നും എണ്ണി ദൈവ വഴിയിൽ കൂടെ നടന്നപ്പം ദൈവം കൈവിട്ടില്ല. ചില നാൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വർഷങ്ങളൊത്തിരി കഴിഞ്ഞു, മരുഭൂമിയിൽ ഒരു 40, അമ്മായിയപ്പൻ്റെ അവിടെ ഒരു 40, പിന്നെ ഇപ്പോഴും കുറച്ച് വർഷങ്ങളൂടെ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-50 വർഷമൊക്കെ കഴിഞ്ഞു. തമ്പുരാൻ കൈവിട്ടില്ല. നീ പണ്ട് ആ കസാര വിട്ടേച്ച് വന്നതല്ലേ, അന്ന് നീ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ. ഇല്ല, ഇനി വാ, ഞാൻ നിന്നെ ഇവിടെ ഇരുത്തുക. അപ്പൊ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാനുള്ളത്, കർത്താവിന്റെ നാമ നിമിത്തം നീ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, ത്യജിച്ചാൽ, വെറുത്താൽ അത് അബദ്ധമല്ല. ദൈവം നിന്നെ മാനിക്കും. അതെല്ലാവരും കാങ്ക മാനിക്കുന്ന വിഷയങ്ങളുണ്ട്, ആരും അറിയാതെ മാനിക്കുന്ന വിഷയങ്ങളും. അവരാ പറഞ്ഞു കയറി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുത്തി. അപ്പോൾ മോശ അവരോട് പറയുന്ന ഭാഗമാണ് അതിന്റെ 12 മുതൽ താഴോട്ട് ഓടിച്ചു വായിച്ചേ. നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറുമെന്ന് അവിടെ അടുത്തത്. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, പോകുന്നതിന് മുന്നേ മൂപ്പന്മാരോട്, ഞാൻ യോശുവയും തിരിച്ചു വരുവോളം, ഞങ്ങൾ മടങ്ങി വരുവോളം, ഡേറ്റ് ഒന്നും പറഞ്ഞില്ല, ഇത്ര ദിവസം കഴിഞ്ഞ് വരുമെന്നൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വരുവോളം നിങ്ങൾ ഇവിടെ. അടുത്തത് അഹരോനും കൂരും ഉണ്ടല്ലോ, ചേട്ടന് അഹരോൻ, കൂര് അളിയനാണ്. മോശയുടെ പെങ്ങൾ മിരിയാമിന്റെ ഭർത്താവാണെന്ന് യഹൂദ ഗോത്രക്കാരൻ എന്നൊക്കെ ആ ചരിത്രം പറയുന്നത്. ആയിക്കോട്ടെ, എന്തായാലും അളിയനും ചേട്ടനും ഇവിടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യമോ ഒന്നും ഉണ്ടാകരുത്. പക്ഷെ ഇനി അഥവാ എന്തേലും പല ഗോത്രത്തിൽ പല കുടുംബത്തിൽ പാർക്കുന്നവരിൽ എന്തേലും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അഥവാ ഉണ്ടായാൽ അവരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ല കാര്യം, എൻ്റെ അഭാവത്തിൽ പ്രാണകത്തിൽ ആർക്കെങ്കിലും അപാകതയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവർ അഹരോന്റെ ഊരിന്റെ അടുക്ക ചെല്ലണം. അങ്ങനെ മോശ പർവ്വതത്തിലോട്ട് കയറി പോയി. അപ്പൊ ശ്രദ്ധിക്കുക,
വേദപഠിതാക്കൾ പറയുന്നത് മോശ പോയപ്പം യോശുവായും കൂടെ പോയി പർവ്വതത്തിൻ്റെ മുകളിലോട്ട് മോശ കയറി. പർവ്വതത്തിൻ്റെ ഒരു താഴ്വരയിലല്ല, എന്നാൽ പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് യോശുവായി വരുന്നത്. യോശുവ അങ്ങ് മേളിൽ ചെന്നില്ല, താഴെ അടിവാരത്തിലുമല്ല, പർവ്വതത്തിൽ പ്രത്യേക സ്ഥലത്ത് യോശുവായിരുന്നെന്ന്. മോശ അങ്ങ് മേളിൽ കയറി ചെന്നു. ദൈവം മോശയായിട്ട് സംഭാഷിച്ചു. പലക ദൈവത്തിൻ്റെ പലകയും, പലകയിലെ എഴുത്ത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ എഴുത്താണ്. അപ്പോൾ ന്യായപ്രമാണം ദൈവം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിലാണ് പാളയത്തിൽ കുശുകുശുപ്പും അപശബ്ദവും അസൗകര്യതയും. ഇവര് പ്രശ്നം ഉണ്ടാക്കി. ഒരുത്തം വന്ന് ചോദിച്ചു, പുള്ളി വിളിക്കാറുണ്ടോ? ഉടനെ മറ്റവൻ പറഞ്ഞു, പുള്ളി എന്നെ അങ്ങനെ വിളിക്കാറില്ല. മറ്റേ പുള്ളി ചോദിച്ചു, എന്തോ മെസ്സേജ് വല്ലതും വന്നു? ഇല്ല, മെസ്സേജ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വാട്സപ്പിനകത്ത് വല്ലോ? ഇല്ല. പുള്ളി അങ്ങ് പർവ്വതത്തിൽ പോയിട്ട് ലൈവിലാന്നോ? പുള്ളി ലൈവിലൊന്നും അല്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ചോദിച്ച് ഒരുത്തൻ ചോദിച്ചു, പുള്ളി ഉണ്ടോ? ആളുണ്ട്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആളുണ്ട്. എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുകൊണ്ട് പുകയും പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പർവ്വതം ഇടയ്ക്കിടയ്ക്ക് ഒരു കുലുക്കവും ഒരു പുകയും. ഒരുത്തൻ ചോദിച്ചു, വരുമോ? ഒരുത്തൻ പറഞ്ഞു, വരുമെന്നും പറഞ്ഞാ പോയത്. എന്നാൽ എന്നത്തേക്കായിരിക്കും പുള്ളി? അവൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞില്ല, ഒന്നും അറിയത്തില്ല. എന്തിനേറെ ജനമെല്ലാം കൂടെ അഹരോനോട് പറഞ്ഞു, പുള്ളി വരുവോ വരാതിരിക്കുവോ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി തുള്ളിച്ച് വഴിവിട്ട് ക്രമം കെട്ട് വ്യവസ്ഥ തെറ്റി. ചുരുക്കി പറഞ്ഞാൽ കാളക്കുട്ടിയും പ്രൈസ് ആൻഡ് വർഷിപ്പും കൂടെ വർദ്ധിച്ചപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണി ഇല്ലായിരുന്നെന്നാണ്. ഒരെണ്ണത്തിന് അങ്ങനത്തെ ആരാധന എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്ത ആരാധന. പുതിയ നിയമത്തിന്റെ ആരാധന യോഗ്യമായി വസ്ത്രം ധരിച്ചുള്ള ആരാധന. അതാ പുതിയ നിയമ ആരാധന. യോഗ്യമായി വസ്ത്രം ധരിക്കണം. ഇത് ആരാധന അങ്ങോട്ട് മൂത്തപ്പോ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. അങ്ങനെ 25-ാം വാക്യം വായിച്ചേ. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അപ്പൊ അഹരോന്റെ പാപം ഇതാ, ജനത്തെ അഴിച്ചു വിട്ടു. അങ്ങനെ വിടാൻ പാടില്ല. സ്തോത്രം. ശുശ്രൂഷകന്മാരോട് ഓർപ്പിക്കട്ടെ, വിശ്വാസിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഭയെ വന്നാലും വന്നില്ലെങ്കിലും അഴിച്ചു വിടരുത്. സ്തോത്ര കാഴ്ച തരുവോ തരാതിരിക്കുവോ രണ്ടാമത്തെ കാര്യം. കൈ തരുവോ തരാതിരിക്കോ രണ്ടാമത്തെ കാര്യം. വരുവോ വരാതിരിക്കോ രണ്ടാമത്തെ കാര്യം. അഴിച്ചു വിടരുത്. ഇപ്പൊ ഈ ഒട്ടുമിക്ക സഭകളിലും പാസ്റ്റർമാരെല്ലാം പേടിച്ചാ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമല്ല, 1, 2, 3 കൊല്ലം പേടിയായത് കാരണം ഒന്നും പറയാൻ ഒന്നും പറ്റത്തില്ല, ഒന്നും മിണ്ടാനൊക്കത്തില്ല. നീ അഥവാ പാസ്റ്റർ ഞായറാഴ്ച അല്പം കട്ടിക്ക് പറഞ്ഞാൽ യോഗം കഴിയുമ്പോൾ പെമ്പള എന്ന് പറയും, നിങ്ങൾക്ക് എന്നാത്തിൻ്റെ ദീനമാണ്, നിങ്ങൾ ഇവനെ എല്ലാം ഗുണപ്പെടുത്താൻ തുടങ്ങിയേക്കാണ്. നമ്മൾ വല്ലച്ചാതി 2, 3 കൊല്ലം ഇവിടെ ഇന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പാടേ ഗതിയെ പറയും. എന്നിട്ട് മാസ്റ്റർമാർ ഓർക്കാം, നേരെ ശമ്പളം കിട്ടുന്നുണ്ടോ 1-ാം തീയതി, ഇനി നമ്മളെന്തിനാ ഇവനൊക്കെ എങ്ങനെയും. അത് പാടില്ല. ജനതയെ അഴിച്ചുവിടരുത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. 4 കൊമ്പാ കെട്ടി നിർത്തണം. ഇതിപ്പോ കെട്ടിയിട്ടുണ്ട്, കയറിന് ഭയങ്കര നീളമാ. കഴുത്തേലും കെട്ടുണ്ട്, കൊമ്പേലും കെട്ടുണ്ട്. പക്ഷെ കയറിന് നീളം ഉള്ളത് കൊണ്ട് നാടകം കാണാനും പോകും, സിനിമ കാണാനും പോകും, ഓണക്കളിക്കും പോകും, ഉത്സവത്തിനും പോകും, ബാലെ കാണാനും പോകും, ക്രിസ്മസ് ആഘോഷിക്കാനും പോകും, ഓണം ഉണ്ണാനും പോകും. കയറിന് നല്ല നീളമല്ലേ. പിന്നെ സാറ്റർഡേ ആകുമ്പോൾ കയറിലൊന്ന് വരച്ചാൽ മതി. നാളെ കാണുമല്ലോ. നാളെ എന്നാ അവിടുന്ന് വന്നോണ്ടിരിക്കുക. ഇത് ജനത്തെ അടിച്ചുവിടുക. അഹരോൻ ജനത്തെ അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അടിച്ചുവിട്ട് കളകയാൽ
ജനം കെട്ടഴിഞ്ഞു. ഉണ്ടോ? ആത്മീയ ലോകത്ത് കെട്ടുമൊക്കെ അഴിഞ്ഞ് കെട്ടും പൊട്ടിച്ച് ആർക്കും എങ്ങനെ കെട്ടഴിഞ്ഞ് കിടക്കുക. സ്തോത്രം. പണ്ട് IPC കെട്ടിയതാ. അവിടുത്തെ കെട്ട് ഒന്നേ പൊട്ടിച്ചു, അല്ലേ അടിച്ചു. അല്ലെ പണ്ട് TPM കൊണ്ട് കെട്ടിയതാ. കെട്ടും പൊട്ടിച്ച് കെട്ടും അഴിച്ചു. അല്ലെ ചർച്ച് ഓഫ് ഗോഡിൽ, അല്ലെ അസംബ്ലീസ് ഓഫ് ഗോഡിൽ, അല്ലെ ഷാരോൺ. ഞാൻ വ്യക്തിഗത നടത്തുകയല്ല, നിന്നെ നന്നായിട്ട് കെട്ടിയതാണ് നമ്മളെ. ഇപ്പൊ യാതൊരു ക്രമീകരണവുമില്ല. കെട്ടു വഴിഞ്ഞ് കെട്ടും പൊട്ടിച്ച് ക്രമമില്ലല്ലോ. തോന്നുമ്പം വരിക, തോന്നിയതുപോലെ ഇരിക്കുക, തോന്നിയ രീതി ജീവിക്കുക. ഒരു ക്രമീകരണവും ഇല്ല പലർക്കും. ചില സഭയിലാന്ന് മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയ ഉടനെ പറഞ്ഞ് ഞങ്ങൾ സഭ വിട്ട്. അതുകൊണ്ട് മാഷന്മാരും അതുങ്ങളും പേടിച്ച തന്നെയല്ല. ഇപ്പം 2 കുടുംബം പോയി കഴിഞ്ഞാൽ സെൻട്രൽ അറിവ് കൊടുക്കും. പുള്ളിയുടെ കാലത്ത് 4 കുടുംബം. കാരണം എന്നാന്ന് ആരും സ്തോത്രം. ജനം കെട്ടടിഞ്ഞെന്ന്. അപ്പൊ ഒന്നുകൂടെ വായിച്ച വാക്യം. അഹരോനവരെ അടിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടടിഞ്ഞവരായി എന്ന് കണ്ടു. കെട്ടടിഞ്ഞ് കിടക്കുക. ആത്മീയ ലോകത്തും ഇങ്ങനെ കെട്ടടിഞ്ഞ് കിടക്കുക പലരും. സ്തോത്രം, സ്തോത്രം. അത് പാടില്ല. മലയാളത്തിൽ കെട്ടടിഞ്ഞെന്നും ഹാസ്യമായെന്ന. ഇംഗ്ലീഷിൽ വസ്ത്രമില്ലെന്ന. വസ്ത്രം ഇംഗ്ലീഷിൽ അങ്ങനെ നേക്കടെന്നല്ലേ വായിച്ചു. വായിച്ചു. ഇംഗ്ലീഷ് ബൈബിളാണ് മോനെ, വായിച്ചു. ചാപ്റ്റർ 32 വേഴ്സ് 25 വായിച്ചു. എവിടെ ആരെങ്കിലും വായിരും? ഇങ്ങോട്ട് കൊടുക്കട. ആരെങ്കിലും എടുത്തവരങ്ങ് വായിക്കും. അവിടെ ഔട്ട് ഒരു കൺട്രോളും ഇല്ലാതെ അതിൽ നേക്കടെന്നാണോ? വേറൊരു ഭാഗത്ത് നേക്കടം തന്നെ എഴുതിയത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ. കാരണം കെട്ടടിഞ്ഞത് കൊണ്ട് എങ്ങനെ നടക്കാം? ആരാധനയ്ക്ക് എങ്ങനെ വേണേലും തലേ തുണിയിടാം, വേണ്ട ഷർട്ട. ഇപ്പൊ നിങ്ങൾ ആരാധന, ഞാൻ അതിന് സഹോദരന്മാരെ മിക്കവരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. പൊതുവിലായി പറയുന്നത് പെന്തിക്കോസുകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പെന്തിക്കോസുകാരുടെ നിങ്ങളെ സഹോദരന്മാർ, പെന്തിക്കോസിലെ സഹോദരന്മാരെ ചിലരെ ശ്രദ്ധിച്ചേ. ചിലര് ഫുൾ കൈ യോഗ്യമാണ്, അല്ലെ ജിബ്ബ യോഗ്യമാണ്. പാൻ്റ് ആണെങ്കിലും ചിലർ ഇൻ ചെയ്യുന്നുണ്ട്. ഇൻ ചെയ്താൽ ഇറുകി പറ്റിയതിട്ട് ഇൻ ചെയ്യരുത്. ഇൻ ചെയ്യുന്ന പാപമാണെന്നൊന്നും പറയുന്നില്ല. ഇറുകി പറ്റിയ പാൻ്റ് ഇടരുത്. ഒരല്പം അവരാണ് പാൻസ് താഴെ വരെ, അല്ലേ, പാടം മുതൽ ഇങ്ങോട്ട്. പിന്നെ ഷർട്ട് അതും ഫുൾ കൈ. ചില ടൈയും ഒക്കെ കിട്ടും. അതിന് ഞാനെതിരല്ല, വളരെ യോഗ്യമാണ്. അതേസമയം ചില സ്ത്രീകളെ, എല്ലാവരുടെയും കാര്യമല്ല, ചില സ്ത്രീകൾ ആരാധനയ്ക്ക് വരുന്ന കണ്ടോ? സഹോദരന്മാരാണ് ഇവിടെ വരെ കൈ മറച്ച ഫുൾ കൈ. ആരാച്ചമല്ല ചില പെണ്ണുങ്ങൾ വരുന്നതോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ സഭയിൽ സഹോദരിമാര് മാന്യമായിട്ട് വരുന്നു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. കുറച്ചുകൂടെ നന്നാക്കിക്കോണം. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരു പുരുഷൻ അഥവാ അത് പാടില്ല, അഥവാ ഷർട്ടും ബനിയനും ഇടാതെ മുണ്ടെടുത്തോ പാൻസ് മാത്രം ഇട്ടോ നിന്നാൽ ആരും കണ്ണും പൊത്തിക്കൊണ്ട് ഓടുകയല്ല. അങ്ങനെ പാടില്ല. വീട്ടിലാന്നേലും സഭയിലാന്നേലും ഉണ്ടല്ലോ. ഇനി അഥവാ അബദ്ധത്തിൽ ഒരു ബനിയൻ ഇടാതെയോ ഒരു ഷർട്ട് ഇടാതെയോ മുറ്റത്തോ വീട്ടിലോ അല്ലെ നിന്നാൽ അത്ര അപാകതയും നമ്മൾ അയ്യോട്ട് പറഞ്ഞപ്പോൾ ഓടുകയല്ല. അതേസമയം ഒരു സ്ത്രീ ആ വിധത്തിൽ നിന്നാലോ? കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ പുരുഷനെ സ്ത്രീയും പ്രത്യേകമായിട്ടാണ് വേറെ കൃത്യമുണ്ട്.
ശരി പറഞ്ഞു. അങ്ങനെ ഒരു വേറെ കൃത്യമേ, വേറെ കൃത്യം ഉള്ളിടത്ത് വേറെ കൃത്യമുണ്ട് ഇല്ലേ? പറ. ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ അത് വേറെ വിഷയത്തില്ല, അല്ല വസ്ത്രധാരണത്തിലല്ല. പുരുഷൻ എന്നാ പ്രസവിക്കാത്ത വ്യത്യാസമില്ലേ? അത് ദൈവത്തിന്റെ പ്രത്യേക വരദാനം ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ഗർഭവതിയാകിയ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുകയും അതിനെ പ്രസവിക്കുകയും പാലൂട്ടിയതിന് അത് ദൈവത്തിന്റെ പ്രത്യേക കൃപയാണ്. അത് അശ്ലീലമല്ല, അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യ വൈശിഷ്ട്യമാണ്. അപ്പൊ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തതയുണ്ട് ഇല്ലേ? ഉണ്ട്. ഒരു പുരുഷൻ ഒരു ഷർട്ട് ഇടാതോ ബനിയൻ ഇടാതോ ഒന്ന് ഓടിയാൽ കുഴപ്പമില്ല. ഒരു സ്ത്രീ അതിന്റെ പുറകെ അങ്ങനെ ഓടിയാലോ? പാടില്ല. അപ്പോൾ ചില ആരാധനകൾ സംബന്ധിക്കുമ്പോൾ പുരുഷന്മാർ യോഗ്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ ചിലയിടങ്ങളിൽ ഭാര്യയുടെ ബ്ലൗസിനോ അല്ലെങ്കിൽ ചുരിദാറിനോ ഇത്ര ഉള്ളുക്കായി, കൂടെ വരുന്ന ഭർത്താവിന് ഫുൾക്കായി. നിങ്ങളെന്ന് അതിൻ്റെ വിരോധാഭാസം നോക്കിക്കേ. എന്നെ നോക്ക്, നിർത്തുക. വിരോധാഭാസം കണ്ടോ? എൻ്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് ഭർത്താവിനേക്കാളും കുറച്ചുകൂടെ, പുരുഷനേക്കാൾ കുറച്ചുകൂടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സ്ത്രീകളാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈശിഷ്ട്യം അങ്ങനെ. സ്തോത്രം. ഇവിടെ ആരാധനയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പും അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോൾ ഒരെണ്ണത്തിന് വസ്ത്രമില്ല, ഉടുതുണയില്ലാതുള്ള ആരാധന. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ആരാധനക്കാരും ആരാധിക്കുന്നവരും ഉണ്ട്. നിങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ചെന്ന് ആൾക്കാരെല്ലാം ചെന്ന് ഭഗവാനേന്നും പറഞ്ഞ് സ്തോത്രം. എന്നാൽ ദൈവാരാധനയുടെ പ്രത്യേകത സത്യദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവമക്കൾ യോഗ്യമായിട്ടായിരിക്കണം. ഞാൻ ദൈവം അനുവദിച്ച ഞായറാഴ്ച പറയാം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ അന്ത്യകാല കുരുക്കിൽ അകപ്പെട്ടു പോകാതെ വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ സേവിക്കുവാൻ, മാന്യമായി യോഗ്യമായി ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരും സമർപ്പിച്ചാട്ടെ. പറവകൾ മൃഗജാതിയിടയുന്ന ജന്തുക്കളോ, പറവകൾ മൃഗജാതിയിടയുന്ന രാജാക്കൾ, മകത്തുക്കൾ, പ്രഭുക്കന്മാർ, വംശക്കാരാ